പാഠം 435. മാറ്റി പറഞ്ഞു മത്സരിച്ചാൽ. അതെ, മണി 8 ഇങ്ങനെ പത്രം വായിച്ചിട്ടിരുന്നാ മതി, ഓഫീസിൽ പോണ്ടേ? എനിക്ക് ജോലി കിട്ടിയിട്ട് കൊല്ലം 7 ഇത്രയും കാലം എല്ലാ ദിവസവും കൃത്യസമയത്ത് ഞാൻ ഓഫീസിൽ പോയിട്ടുമുണ്ട്. ഈ പത്രവായനയിൽ രസം പിടിച്ചിരുന്ന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടുകൂടാന്നില്ലല്ലോ. അങ്ങനെ സംഭവിച്ച് വില്ലേജ് ഓഫീസറുടെ ഒരു ലീവ് പോകണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഒരു ലീവും വെറുതെ പോകില്ല. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതി സർക്കാർ ജോലി നേടിയത് ലീവ് എടുക്കാനല്ല, ജോലി ചെയ്യാനാണ്. നിന്നെ പോലെ ആഴ്ചയൊരിക്കൽ മാത്രം ഒരു കേസ് കിട്ടുന്ന ഒരു ഉണക്ക വയ്ക്കോലല്ല ഞാൻ. ഒരു ശരാശരി ഭാര്യ ഒരു ശരാശരി ഭർത്താവിനോട് പറയാറുള്ള ശരാശരി വാചകം ഞാനൊന്ന് പറഞ്ഞു പോയി. അത് തെറ്റായി പോയെങ്കിൽ എന്നെ ക്ഷമിക്കൂ. അതെ, ഇന്ന് 15-ാം തീയതിയാ. പാലിന്റെ കാശ് സാധാരണ നമ്മൾ 15-ാം തീയതിയാ കൊടുക്കാറുള്ളത്. അതിനും നേരത്തെ പറഞ്ഞ മറുപടിയേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 7-8 വർഷമായി പുറത്തു നിന്ന് പാല് വാങ്ങുന്ന ഒരു ഗൃഹനാഥനാണ് ഞാൻ. പാലിന്റെ പണം കൊടുക്കേണ്ട ദിവസം കൊടുക്കാൻ എനിക്കറിയാം. പാലിന്റെ കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ജോണിക്കുട്ടി ഇതുവരെ വഴക്കുണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടോ? അയ്യോ, ഇത് ഞാൻ തിരിച്ചെടുത്തു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന, കൃത്യമായി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിനോട് ഇതൊന്നും ഞാൻ ഓർമ്മിപ്പിക്കാനേ പാടില്ലായിരുന്നു. എന്റെ തെറ്റ്, എന്നോട് ക്ഷമിക്കൂ. ഹലോ, അതെ, മോഹനേഷനാണ്. കേശവടി എവിടെന്നാ? ഇവിടെ എത്തിയോ? പേടിക്കണ്ട, ഞാനത് കൃത്യമായി ഓർത്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും കെ മോഹനേഷൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് മറക്കുന്ന പ്രശ്നമേ ഇല്ല. കൃത്യം 1 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും. 1:10 ഞാൻ കേശവൻകുട്ടിയുടെ അടുത്തെത്തും. പോരെ? കേശവൻകുട്ടിയാ ഇവിടെയുള്ള സ്ഥലം അളക്കണമെന്ന് കുറച്ച് ദിവസം രണ്ടത് പറയുക. ഇന്ന് അളക്കാമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് രാത്രി വണ്ടി കയറി വയനാട്ടിൽ വന്നിരിക്കുക. വന്നു കയറിയപ്പോ ഒരു പേടി, ഇന്ന് അളക്കാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ മറന്നു പോകുമോ എന്ന്. പക്ഷേ അങ്ങനെ മറക്കുന്നവനല്ലോ കെ മോഹനേഷൻ. ജൂലൈ 15 എന്ന് മോഹനേഷൻ പറഞ്ഞാൽ ജൂലൈ 15 ആണ്. നിനക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എന്റെ ഓർമ്മശക്തിയെ പറ്റി തഹസിൽദാർ കഴിഞ്ഞ ദിവസം കൂടി പുകഴ്ത്തി പറഞ്ഞതേ ഉള്ളൂ. ഓ, മോഹനകൃഷ്ണന്റെ ഓർമ്മശക്തി സമ്മതിക്കണം എന്ന്. ഇങ്ങനെ സ്വയം പൊഴുത്തി അവസാനം ഭ്രാന്തായി പോകുന്നു നോക്കണേ. അമ്മേ, ഞാനൊരു കാര്യം പറയുമ്പോ ഒരു കാര്യം പറയണ്ട, എനിക്ക് അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. പോടെ. തഹസിൽദാർ എന്നെ പുകഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ പോക്ക്. ജൂലൈ 15 എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞാൽ 15 ആണ്. ജൂലൈ 15 അല്ലേ? ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയം ഇന്നാണല്ലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെ കേശവൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ പോവും? ഭവേ, ഇന്ന് ജൂലൈ 15 ആണ്. ഈ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകൾ ശോഭയുടെ കല്യാണം നിശ്ചയമല്ലേ? അയ്യോ, അതിന്നായിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. ഭയങ്കര ഓർമ്മശക്തിയുള്ള മോഹനേട്ടനുള്ളോണ്ട് രക്ഷപ്പെട്ടു. ഞാന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേശവൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞുപോയി. അതുകൊണ്ട് കല്യാണ നിശ്ചയത്തിന് നീ പോണം. ഞാനോ? എനിക്കിന്ന് വേറെ 100 പണിയുണ്ട്. അന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടൻ നിശ്ചയം വിളിക്കാൻ വന്നപ്പോ മോഹനേട്ടൻ വന്നോളാം നേറ്റതല്ലേ? പക്ഷെ ഞാനത് മറന്നുപോയി. അതുകൊണ്ടാണല്ലോ കേശവൻകുട്ടിയുടെ ഭൂമി അളക്കാൻ ഇന്ന് എല്ലാമെന്ന് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ കുറച്ചു മുന്നേ പറഞ്ഞത്. ലോകത്തിലെ സകല കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കാനും ചെയ്യാനും കഴിവുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് മോഹനേട്ടനല്ലേ? സാക്ഷാൽ തഹസിൽദാർ പോലും മോഹനേട്ടന്റെ ഓർമ്മശക്തിയെ പറ്റി പറഞ്ഞ ഒന്നും വിട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഈ കാര്യം ഞാൻ വിട്ടുപോയി. എന്തായാലും ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയത്തിന് പോകാതിരിക്കുന്നത് ശരിയല്ല.
നീ ഉച്ചയാകുമ്പോ അവിടെ പോയി ഒന്ന് മുഖം കാണിച്ചാ മതി. അത് നടക്കില്ല മോനേട്ടാ. ഗോപാല വധക്കേസിലെ സാക്ഷി വിസ്താരം നാളെ തുടങ്ങ്. പ്രോസിക്യൂഷൻ സാക്ഷികളൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. ഞങ്ങളുടെ സാക്ഷികൾക്ക് ആർക്കെങ്കിലും ഒരു നാവ് പിഴവ് പറ്റിയാൽ അതോടെ തീർന്നു കേസ്. എല്ലാ സാക്ഷികളോടും ഇന്ന് വക്കീലാഫീസിൽ വരാൻ പറഞ്ഞിരിക്കുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ സകല സാക്ഷികളെയും എല്ലാം ശരിക്കൊന്ന് പറഞ്ഞു പഠിപ്പിക്കണം. അതിനിടയിൽ ഒരു കാരണവശാലും വക്കീലാഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണ നിശ്ചയത്തിന് മോഹനോട് തന്നെ പോകണം. അത് ശരിയാവില്ല. ഈ കേശവൻകുട്ടിക്ക് ജോലി വയനാട്ടില. ഇവിടെ ഉള്ള ഭൂമി ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് കഴിഞ്ഞ 1 മാസമായി കേശവൻകുട്ടി എന്നോട് പറയുക. എന്നും എനിക്ക് ഓരോ തിരക്കായതിനാൽ നടന്നില്ല. ഇന്നിപ്പോ അളക്കാമെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാ. ഞാൻ പറഞ്ഞതുകൊണ്ട് കേശവൻകുട്ടി ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ അളക്കാൻ പോരുന്നത് എങ്ങനെയാ? ഭാമേ, കല്യാണ നിശ്ചയത്തിന് നീ പോയാ മതി. മോഹനേട്ടാ, അത്ര ആള് കൂടുന്ന സ്ഥലത്ത് മോഹനേട്ടല്ലാതെ ഞാൻ തനിച്ച് കയറി ചെന്നിട്ട് ആൾക്കാരെന്ത് വിചാരിക്കും? എനിക്ക് തിരക്കാണെന്ന് പറയണം. അല്ലെങ്കിലും ആരെങ്കിലും ഒരാൾ വന്നാൽ മതി എന്നല്ലേ ഉൽപ്രാക്ഷ ചേട്ടൻ പറഞ്ഞത്? എന്തായാലും എനിക്ക് വയ്യ. മോഹനേട്ട തന്നെ അങ്ങ് പോയാൽ മതി. അങ്ങനെ പറയരുത് ഭാമേ. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളെ കെട്ടാൻ പോകുന്നയാള് കേന്ദ്ര സർക്കാരിന്റെ വലിയ ഉദ്യോഗസ്ഥനാ. അങ്ങനെ ഒരാളുടെ കല്യാണ നിശ്ചയത്തിന് പോകാതിരിക്കുന്നത് മോശമല്ലേ? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ പോയപ്പോൾ സാധാരണ സാറിനെ ചീത്ത വിളിക്കും. പ്രമാദമായൊരു കൊലക്കേസിലെ സാക്ഷി വിസ്താരമാണോ ഒരു കല്യാണ നിശ്ചയമാണോ സത്യഭാമയ്ക്ക് വലുതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ മറുപടി പറയാ? ഉച്ചയ്ക്ക് സ്ഥലങ്ങളൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ കേസും കൂടി എന്നോട് പിണങ്ങുകയും ചെയ്യും. ഞാൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് വയനാട്ടിൽ വന്ന ആളല്ലേ അയാൾ. എന്തു പറഞ്ഞിട്ട് കാര്യമില്ല മോഹനട്ട, എനിക്ക് പോകാൻ പറ്റില്ല. നീ പോയാ പറ്റൂ. വീട്ടുടമയുടെ മകളുടെ കല്യാണ നിശ്ചയത്തിന് വാടകക്കാരൻ പോയില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലെന്ന് പറയും. ഉൽപ്പലാക്ഷ ചേട്ടന്റെ സ്വഭാവം നിനക്കറിയാലോ. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോലും ഉൽപ്പലാക്ഷ ചേട്ടൻ മടിക്കില്ല. എനിക്ക് എന്തായാലും എന്റെ കേസാ വലുത്. ഫോൺ അടിക്കുന്നുണ്ടോ, അത് പോയി എടുക്ക. നീ ഒന്നും പറയണ്ട. കല്യാണ നിശ്ചയത്തിന് നീ പോയേ പറ്റൂ. നീ പോയേ പറ്റൂ. ഇതെന്ത് കൂത്താ നോക്കണേ. ഞാൻ പോയ തന്നെ. വിലാപസം വലിയ ദൈവമാണെന്നല്ല ധാരണ. ദൈവം തന്നെ അങ്ങ് പോയാ മതി. ഹലോ സാറേ, ശിശുപാലനാ. എന്താ ശിശുപാല? നമ്മുടെ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയത്തിന് സാറിനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റും തോന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വേറൊരു കാര്യം എത്തിരിക്കുക. സാറേ, കല്യാണ നിശ്ചയത്തിന് കളക്ടർ വരുന്നുണ്ട്. കളക്ടറോ? ആ പയ്യന് കളക്ടറുമായി എന്തോ അടുപ്പമുണ്ട്. സാറ് പോയായിരുന്നെങ്കിൽ കളക്ടറുമായി ഒന്ന് സംസാരിക്കാൻ പറ്റിയത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം ശിശുപാല. കളക്ടർ വരുന്ന പരിപാടിക്ക് പോകാതിരുന്ന അത് ഭയങ്കര നഷ്ടം. ആ പയ്യനും കളക്ടറും തമ്മിൽ പരിചയമുണ്ടെങ്കിൽ പിന്നെ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് തന്നെ കാര്യം. ഹലോ, കേശവൻകുട്ടിയല്ലേ? കേശവൻകുട്ടി മോഹനകൃഷ്ണനാ. കേശവൻകുട്ടിയോട് ക്ഷമിക്കണം. ഇന്നുച്ചയ്ക്ക് സ്ഥലമിളക്കാൻ വരാൻ പാടായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയമാണെന്ന്. കളക്ടറൊക്കെ വരുന്നുണ്ട്. കളക്ടർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ചെല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലമിളക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. വൈകിട്ടായാലോ? തിരിച്ചു പോണല്ലേ? അത് പ്രശ്നമാവുമല്ലോ. അല്ല, തെറ്റെന്റെ ഭാഗത്താണ്. പക്ഷെ കേശവൻകുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശരി, വലിയ സന്തോഷം. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് നമുക്ക് കളക്കാം. വലിയ ഭാരം. ഈശ്വര, രക്ഷപ്പെട്ടു. അപ്പോ ഇന്ന് കളക്ടറുമായി കെ മോഹനകൃഷ്ണൻ കാര്യമായ ഒരു അടുപ്പം സ്ഥാപിക്കും. ഭാമേ, മോഹനകൃഷ്ണൻ ലോട്ടറി അടിച്ചു. ഹലോ. എന്താ വിദ്യ? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. കുറച്ച് തുണി നനച്ചിടാനുണ്ടായിരുന്നു. ഇന്ന് സാക്ഷികളെല്ലാം വരുന്ന സദാനന്ദ സാറ് പറഞ്ഞിരുന്നു. നീ അവിടെ കാണില്ലേ? ഓ, അതാര് പറഞ്ഞു? ഈ ഉൽപ്പലാക്ഷ ചേട്ടനും ജസ്റ്റിസ് ഹരിദാസുമായിട്ട് എന്താ ബന്ധം? അതെയോ? അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു.
കല്യാണ നിശ്ചയം വിളിച്ചു വന്നത് നേരാ. പക്ഷെ പോകാൻ സമയമില്ലാന്ന് ഞാൻ മോഹനോട്ടിപ്പോ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ നല്ലതൊക്കെ തന്നെയാ. പക്ഷെ സദാനന്ദ സാർ സമ്മതിക്കുവോ? ഓക്കെ വിധി, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ശരി. എൻ ടീച്ചറാ, ജസ്റ്റിസ് ഹരിദാസൻ ഉൾപ്രാഷ് ചേട്ടന് വീട്ടിലോ? ഇത് നേരത്തെ അറിയാൻ പറ്റില്ലോ. ഇനി എന്താ ചെയ്യാ? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാല്ലേ സാറിനോട്. ഹലോ, സദാനന്ദ സാറല്ലേ? സാർ, ഞാൻ സത്യഭാമയാ. ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഹൈക്കോടതി ജഡ്ജി ഹരിദാസ് സാറ് ഇന്ന് ഇവിടെ ഒരു കല്യാണ നിശ്ചയത്തിന് വരുന്നുണ്ട്. എന്നെയും വിളിച്ചിട്ടുണ്ട് ആ കല്യാണ നിശ്ചയത്തിന് ഉച്ചയ്ക്ക്. അന്ന് ടൗൺ ഹാളിലെ പരിപാടിക്ക് വന്നപ്പോ എന്റെ പ്രസംഗം കണ്ടിട്ട് വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞതാ സാറ്. ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പോവാൻ പറ്റില്ല. അല്ല സാർ, ആള് ഇവിടെ വരുന്ന സ്ഥിതിക്ക് എനിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൂർ തന്നാ മതി. ഞാൻ ആ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് വരാം. അല്ല, അതെനിക്കറിയാം സാർ. പക്ഷേ താങ്ക് യു സാർ. രക്ഷപ്പെട്ടു. അങ്ങനെ ജഡ്ജി ഹരിദാസ് സാറുമായിട്ടുള്ള സത്യഭാമയുടെ സൗഹൃദം ഇന്ന് തുടങ്ങുന്നു. എന്തായാലും ഭർത്താവിന്റെ വാക്ക് കേൾക്കുക എന്ന നല്ല സ്വഭാവം ഇല്ലാത്ത ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഉൽപ്പലാക്ഷൻ ചേട്ടനെ പോലെ അളപ്പണക്കാനും പറ്റില്ല. അതുകൊണ്ട് കല്യാണ നിശ്ചയത്തിന് ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. എന്തിന്? മോഹനേട്ടന്റെ പ്രയാസം കണ്ട് ഞാൻ സദാനന്ദ സാറിനെ വിളിച്ച് എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തേയുള്ളൂ. കല്യാണ നിശ്ചയത്തിന് ഞാൻ പൊയ്ക്കോളാം. നടക്കില്ല. എന്താ? നിന്റെ പിടിവാശ് കാരണം വയനാട്ടിൽ നിന്ന് വന്ന കേശവൻകുട്ടിയോട് സ്ഥലമളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് സമ്മതിപ്പിച്ചിരിക്കാൻ ഞാൻ. ഇനി കല്യാണ നിശ്ചയത്തിന് പോകാൻ എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. ഞാൻ തന്നെ പോയിക്കോളാം. അതങ്ങനെയാണെങ്കിൽ കുറച്ച് മുന്നേ പറയണായിരുന്നു. ഭാമി, കല്യാണ നിശ്ചയത്തിന് നീ തന്നെ പോയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയത് മോഹനേട്ടനല്ലേ? ഞാൻ അനുസരണക്കേട് കാട്ടിന്നുള്ള പഴി കേൾക്കാതിരിക്കാൻ ഞാൻ സദാനന്ദ സാറിന്റെ ചീത്തയും കേട്ട് എന്റെ പരിപാടിയെല്ലാം മാറ്റി വെച്ചപ്പോൾ കല്യാണ നിശ്ചയത്തിന് മോഹനേട്ടൻ പോയിക്കോളാന്ന് അയ്യടാ അവരോട് ഇറങ്ങില്ല. നീ അല്ലേ പറഞ്ഞത് ഒരുപാട് ആള് കൂടുന്നിടത്ത് ഭർത്താവിന്റെ കൂടെ അല്ലാതെ തനിയെ പോകാൻ നാണക്കേടാണെന്ന്? നീ പോണ്ട. കല്യാണ നിശ്ചയത്തിന് ഞാൻ തന്നെ പോയിക്കോളാം. നീ പോയി രാവിലെ കഴിക്കാനുള്ളതിന് എടുത്ത് വെക്ക്. പക്ഷെ കല്യാണ നിശ്ചയത്തിന് ഞാനേ പോവും. സാറേ, ഞാൻ ഉത്തമനോട് സംസാരിച്ചിട്ട് വരുമ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്. രാവിലെ കൃത്യം 10 മണിക്ക് ആഫീസിൽ എത്തിയാലേ ഉച്ചയ്ക്ക് 1 മണിക്ക് എനിക്ക് ഓഫീസിൽ ഇറങ്ങാൻ പറ്റും. സാറേ, അയ്യടാ കല്യാണ നിശ്ചയത്തിന് പോയ തന്നെ. നമസ്കാരമുണ്ട് സാർ. ആ കേശവൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ പോവാന്ന് പറഞ്ഞിരുന്നേ. സാർ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിരുന്ന ഞാൻ ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങി നിൽക്കായിരുന്നു. ഇന്ന് നടക്കില്ല. ഈ നടക്കില്ലേ? ഉത്തമ, ഉച്ചയ്ക്ക് 1 മണിക്ക് ചെല്ലാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഉൽപ്പലാക്ഷി ചേട്ടന്റെ മകളുടെ കല്യാണ നിശ്ചയമാണല്ലോ. എങ്ങനെ 1 മണിക്ക് വരാൻ പറ്റും? അയ്യോ, സാർ ഇന്ന് വരൂന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് കേശവൻകുട്ടി ഇന്നലെ വെളുപ്പിന് വയനാട്ടിൽ നിന്ന് വന്നത്. ഇന്ന് വൈകിട്ട് തന്നെ കേശവൻകുട്ടിക്ക് തിരിച്ച് വയനാട്ടിൽ പോവേം വേണം. പിന്നെ എന്ത് ചെയ്യും സാറേ? ഇന്ന് സ്ഥലമളക്കാൻ പറ്റില്ലെന്ന് ഞാൻ കേശവൻകുട്ടിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർന്നല്ലോ. അല്ല, ഉൽപ്പലാക്ഷി ചേട്ടന്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് ആരെങ്കിലും ഒരാള് പോണോന്നേ ഉള്ളൂ. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോ വില്ലേജ് ഓഫീസർക്ക് ഒരേ വാശി, മോഹനേട്ടൻ തന്നെ പോണോന്ന്. ഒരാള് വന്ന് വീട്ടിൽ കല്യാണം വിളിച്ചാ പോകേണ്ടത് ആണുങ്ങളാ. പെണ്ണുങ്ങൾ എന്തിനാ വെറുതെ വേഷം കെട്ടി ഇതിനെ പറയാൻ നടക്കുന്നത്? അത് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഏതോ പ്രമാദമായ കേസിലെ സാക്ഷികളെ കണ്ട് സംസാരിക്കാനുണ്ടെന്ന് താമ നേരത്തെ പറഞ്ഞതാ. ഭാര്യയ്ക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോ ചെയ്തു കൊടുക്കുന്നവരല്ലേ ഉത്തമനായ ഭർത്താവ്. ഉത്തമ, മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് കല്യാണ നിശ്ചയത്തിന് പോകുന്നത് ഞാനാ. ഉൽപ്പലാക്ഷയുടെ നിശ്ചയം വിളിക്കാൻ വന്നപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് ശോഭ വക്കീലിനെ കാണാൻ വേണ്ടി കാത്തിരിക്കാന്ന്. പക്ഷേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു വില്ലേജ് ഓഫീസറാണെന്നുള്ളത് തന്നെ വളരെ വലിയൊരു അഭിമാനമാണ്. അതുകൊണ്ട് മോഹൻ സാർ വന്നേ പറ്റൂ. എല്ലാവരോടും ഞാൻ പറഞ്ഞു പോയി കെ മോഹൻ സാർ വരുമെന്ന്. അങ്ങനെയുള്ളപ്പോ ഞാൻ പോകാതിരിക്കുന്നത് ശരിയാണോ? അല്ലല്ല, അത് ശരിയല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു കല്യാണ നിശ്ചയത്തിൽ ഒരു വില്ലേജ് ഓഫീസർ ചെല്ലുക എന്ന് പറഞ്ഞ് അത്ര വലിയ കാര്യമാണ് ഉത്തമ. മന്ത്രിയോ സിനിമാ നടന്മാരൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? മാസത്തിൽ 1 കേസ് മാത്രം വാദിക്കുന്ന വക്കീലിനെ കാണാൻ അവിടെ ആർക്കാ താല്പര്യം? അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ തേങ്ങയേക്കാൾ വക്കീലന്മാരാണ്. ഇവരൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ?
മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും കല്യാണ നിശ്ചയത്തിന് ഞാനാണ് പോകുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കല്യാണ നിശ്ചയത്തിന് ഞാനേ പോവും. നടക്കില്ല. അത് കാണാം. അല്ല, ഒരു നിമിഷം ഒറ്റ നിമിഷേ. അല്ല, ഇത് ശരിക്കും പ്രശ്നമാണോ അതോ രണ്ടുപേരും കൂടെ എന്നെ വെറുതെ മക്കാറാക്കണ? ശരിക്കുള്ള പ്രശ്നമാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ കല്യാണ നിശ്ചയത്തിന് പോകുന്ന കാര്യം ഓർത്തത്. കേശവൻകുട്ടിയുടെ സ്ഥലമിളക്കണമല്ലോ എന്ന് കരുതി ഈ നിൽക്കുന്ന ഭാമയോട് ഞാൻ ചോദിച്ചു, കല്യാണ നിശ്ചയത്തിന് പോകോ ഭാമേ എന്ന്. അപ്പൊ അവക്ക് പറ്റില്ല. ഒടുവിൽ കേശവൻകുട്ടിയെ വിളിച്ച് അളവിന്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കല്യാണ നിശ്ചയത്തിന് പോകാനായി തയ്യാറെടുക്കുമ്പോ ഇവളൊന്ന് പറയാ, ഞാൻ പോകാനായിട്ടാ. അല്ല, മോഹനേട്ടൻ സ്ഥലം ഇളക്കാൻ പോകണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ എന്റെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചപ്പോഴല്ലേ മോഹനേട്ടൻ തന്നെ കല്യാണ നിശ്ചയത്തിന് പോകണമെന്ന് പറഞ്ഞത്. അതവിടെ തന്നെയായോ? അല്ല, നില്ല സാറേ നിക്കേ. ഇപ്പൊ ഇതാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കല്യാണ നിശ്ചയത്തിന് പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ സാറേ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ പരിപാടികൾ മാറ്റിവെച്ചു. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കല്യാണ നിശ്ചയത്തിനൊക്കെ പോണം. അതല്ല ഉത്തമ, നിശ്ചയം വിളിക്കാൻ വന്നപ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞത് ആരെങ്കിലും ഒരാള് വരണമെന്നാ. ഒരാളെ വിളിച്ചിട്ട് രണ്ടുപേരുടെ പോണം മോശമല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല സാറേ. അതാ ഈ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞത് ഒരാളെ വരാവൂ എന്നല്ല, ആരെങ്കിലും ഒരാളെങ്കിലും വരണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ രണ്ടുപേരും വളരെ വലിയ തിരക്കുള്ള ആൾക്കാരാണ്. രണ്ടുപേരും വരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷേ രണ്ടുപേർക്ക് തിരക്കാണെങ്കിലും ഒരാളെങ്കിലും വരണം എന്ന്. അങ്ങനെയല്ലേ വക്കീലേ? ആയിരിക്കും. ആണ്. അങ്ങനെ നിങ്ങളിൽ ഒരാളെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഉൽപ്പലാക്ഷൻ ചേട്ടൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത്. എന്റെ പൊന്നെ, അങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോ ആ സന്തോഷത്തിന്റെ പേരിൽ അടുത്ത മാസത്തെ വാടക 100 രൂപ കുറയ്ക്കാനേ ഇത് മതി. എന്നാലും ഒരു കല്യാണ നിശ്ചയത്തിന് രണ്ടുപേരും കൂടെ പോവാന്ന് വെച്ചാല് ഒരു കുഴപ്പമില്ല സാറേ. നിങ്ങൾ രണ്ടുപേരും, പ്രത്യേകിച്ച് സാറ്, ചില്ലറ ആളുകളാണോ? നിങ്ങൾ രണ്ടുപേരും ചെല്ലുക എന്നറിഞ്ഞാൽ തന്നെ ആർക്കാണ് സന്തോഷം തോന്നാത്തത്? അപ്പോഴേ സാറേ, ഞാൻ കേശവൻകുട്ടിയോട് പറയാം അടുത്ത വരവിനെ അളവ് നടക്കുള്ളൂ എന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണ നിശ്ചയത്തിന് പോവാൻ നോക്ക്. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഏതായാലും രണ്ടുപേരുടെ കെട്ടിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കും ഇല്ല. പക്ഷേ ഞാൻ കല്യാണ നിശ്ചയത്തിന് പോകും. എങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ പോവാ. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഹൈക്കോടതി ജഡ്ജിയൊക്കെ വരുന്നിടത്ത് പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? ഹലോ സാറേ, ശിശുപാലന. ശിശുപാല. കളക്ടർ പരിപാടിയിൽ ഒരു മാറ്റം. വേറെന്തോ ആവശ്യമുള്ളതുകൊണ്ട് കളക്ടർ വരുന്നില്ലെന്ന്. വരുന്നില്ലേ എന്ന് പറഞ്ഞാ എങ്ങനെയാ? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ സാറേ കാര്യം? താലൂക്ക് ഓഫീസിലെ സഹദേവനാ കാര്യം പറഞ്ഞത്. എന്നാ ശരി. അതൊരു ചതുവായി പോലീശ്വര. കളക്ടർ വരുമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഈ പാടകപ്പെട്ടത്. വിദ്യ, ഞാൻ സദാനന്ദ സാറിനെ ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കല്യാണ നിശ്ചയത്തിന് പോകുന്നുണ്ട്. വരുന്നില്ലേ? ആര് പറഞ്ഞു? അതെന്താ അങ്ങനെ? മോഹനേട്ടോട് ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് വെറുതെ ആയല്ലോ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇത്ര വകതിരിവില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ശരി, എന്തൊരു വൃത്തിയോടാ നോക്കണേ. ഞാൻ വീണ്ടും ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നമ്മൾ രണ്ടുപേരോടെ പോകുന്നത് വൃത്തികേടാണെന്ന്. ഒരു കല്യാണ നിശ്ചയത്തിന് അങ്ങനെ കുടുംബത്തോടെ പോകേണ്ട കാര്യം എന്താണ്? ഞാനും മോഹനേട്ടോട് ഇത് പറയാനിരിക്കായിരുന്നു. നമ്മൾ ഒരാൾ പോകേണ്ട കാര്യമുള്ളൂ. അത് ശരിയാ. അപ്പോ നിന്റെ ആഗ്രഹം നടക്കട്ടെ, നീ വെക്കാം. അത് ശരിയാവില്ല. എന്താ ശരിയാവത്തെ? നിനക്ക് പോണതല്ലേ നീ പറഞ്ഞത്?
ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷേ തലയിരിക്കും വാലാടുന്നത് ശരിയല്ലല്ലോ. മോഹനേട്ടൻ പോകുന്നതാണ് അതിന്റെ ശരി. അത് വേണ്ട, നീ പോയാ മതി. എനിക്ക് അതിന് വിഷമമൊന്നുമില്ല. പക്ഷെ എനിക്കതിന് വിഷമമുണ്ട്. മോഹനേട്ടന്റെ ഒരു ആഗ്രഹത്തിനും ഞാൻ എതിരെ നിൽക്കില്ല. മോഹനേട്ടൻ തന്നെ പോകുന്ന അതിന്റെ ഒരു ശരി. നീ പോയാ മതി എന്നാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അല്ല, ആദ്യത്തെ ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ലല്ലോ. മോഹനേട്ടൻ തന്നെ പോയാൽ മതി. എനിക്ക് പറ്റില്ല, നീ പോയാ മതി. മോഹനേട്ടൻ തന്നെ പോയാൽ പറ്റൂ. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് കേശവന്റെ സ്ഥലം നടക്കാൻ പോണ്ടേ? അത് മാറ്റി വെച്ചതല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? മാറ്റിയിരുന്നു. പക്ഷെ നീ പോകാൻ തയ്യാറാകുമ്പോ ഞാൻ എന്തിനാ പോയിരിക്കുന്നത്? ഞാൻ കല്യാണ നിശ്ചയത്തിന് പോകുന്നില്ലല്ലോ. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. അതൊക്കെ നേരത്തെ മാറ്റിച്ചില്ലേ? ഇല്ല, മാറ്റി വെക്കാൻ നോക്കിയെങ്കിലും അത് മാറിയില്ല. നീ പോണം. എനിക്ക് പോകാൻ പറ്റില്ല. നീ പോണം. എനിക്ക് പോകാൻ പറ്റില്ല പറഞ്ഞില്ലേ? നീ പോണം. ഞാൻ പോയില്ല. നീയേ പോകൂ. അല്ല പിന്നെ ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമേ. എന്താ ഉത്തമ? സാറേ, സാറിന്റെ പ്രശ്നം പരിഹരിച്ചല്ല. എന്ത് പ്രശ്നം? അല്ല, കല്യാണ നിശ്ചയത്തിന് പോകേണ്ടത് ആരാണ് എന്നുള്ള തർക്കത്തിന് പരിഹാരമായല്ലോ. എന്ത് പരിഹാരം? സാറേ, കല്യാണ നിശ്ചയം മാറ്റിവെച്ച്. ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മോളെ കല്യാണം കഴിക്കാനിരുന്ന ജയദേവന്റെ അമ്മമ്മ മരിച്ചുപോയി. അതുകൊണ്ട് കല്യാണ നിശ്ചയം മാറ്റിവെച്ചു. ഇനിയിപ്പോ പുതിയ തീയതി പിന്നെ തീരുമാനിക്കുള്ളൂ എന്ന്. അതുവരെ സാറിന്റെ മക്കയിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കല്ല. അപ്പൊ ശരി സാറേ. എന്താണ്? ഉൽപ്പലാക്ഷ ചേട്ടന്റെ മോളെ കെട്ടായിരുന്ന ജയദേവന്റെ അമ്മമ്മ മരിച്ചുപോയെന്ന്. കല്യാണ നിശ്ചയം മാറ്റിവെച്ചു. അപ്പോഴെന്താ? ഞാൻ ഉച്ചയ്ക്ക് കേശവൻകുട്ടിയുടെ സ്ഥലം ഇളക്കാൻ പോകും. നീ കൊലക്കേസിലെ സാക്ഷികളെ നുണ പറയാൻ പഠിപ്പിക്കാൻ പോകും. കഷ്ടം. പറഞ്ഞത് തൊട്ടടുത്ത നിമിഷം മാറ്റി പറയുന്നതും മാറ്റി പറഞ്ഞത് തീരും മുമ്പേ പിന്നെയും പിന്നെയും മാറ്റി പറയുന്നതും മാന്യതയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പക്ഷേ എന്ത് ചെയ്യാം, വില്ലേജ് ഓഫീസർക്കും വക്കീലിനും കാര്യങ്ങൾ മാറ്റി പറയാതെ വേറെ വഴിയില്ലാതായിരുന്നു. എന്തായാലും പറഞ്ഞതും മാറ്റി പറഞ്ഞതും ഒക്കെ വെറുതെ ആയ നിലയ്ക്ക് ഇനി ഒന്നും ഇന്നത്തേക്ക് വിടാം.